ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൻ വ്ളോഗിലേക്ക് സ്വാഗതം. ഈ ചൂട് സമയത്ത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അവൽ മിൽക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. ഈ അവൽ മിൽക്ക് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് 1.5 കപ്പ് അവൽ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾ അവൽ എടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള അവൽ തന്നെ എടുക്കണം, നല്ല നൈസായിട്ടുള്ള അവൽ എടുക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ അതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം, നല്ല ക്രിസ്പിയായി വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ വറുക്കുമ്പോൾ കൈ എടുക്കാതെ തന്നെ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുക, തീ കുറച്ച് വെച്ച് വേണം വറുത്തെടുക്കാൻ. അപ്പം ഞാൻ ഇവിടെ നെയ്യ് ചേർത്തുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നെയ്യ് വേണമെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് സാധാരണ ആ പാനിലിട്ട് വറുത്തെടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ ഇവിടെ അവൽ നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ നല്ല ശബ്ദം കേൾക്കുന്നുണ്ട്. ഇനി നമ്മൾ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ പൊടിയുന്ന ആ ഒരു പരുവാവുന്നത് വരെ ഒന്ന് ക്രിസ്പി ആയിട്ട് ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ അവലിവിടെ നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്, നല്ലതുപോലെ പൊടിഞ്ഞു വരുന്നുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 5-6 പാളയംകുടം പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഈ അവൽ മിൽക്ക് തയ്യാറാക്കുമ്പോൾ പാളയംകുടം പഴം തന്നെ എടുക്കണം, വേറെ നേന്ത്രപ്പഴം ഒന്നും എടുക്കാൻ പാടില്ല. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഒരു പോർക്കോ അല്ലെങ്കിൽ ഒരു തവിയോ അല്ലെങ്കിൽ ഒരു ഇടികല്ലോ വെച്ച് അതിനെ ഒന്ന് പതുക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. നമ്മൾ മിക്സിയിൽ വെച്ച് ഉടച്ചെടുക്കാൻ പാടില്ല കേട്ടോ, നമ്മൾ ഇതുപോലെ തന്നെ ഉടച്ചെടുക്കണം. അപ്പോൾ പഴം ഇവിടെ നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. അതാ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ പഴം ഇവിടെ നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല തണുത്ത പാല് വേണം ചേർത്ത് കൊടുക്കാൻ. നമ്മളിനി ഇത് ഫ്രിഡ്ജിലോ ഒന്നും വയ്ക്കാൻ പറ്റില്ല, നമ്മൾ അവൽ ചേർത്ത് കഴിഞ്ഞാൽ ഉടനെ കഴിക്കണം. അപ്പോഴും നമുക്ക് അതിൽ പാല് നല്ല തണുത്ത പാല് തന്നെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഹോർലിക്സിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ഹോർലിക്സിൻ്റെ പൊടിക്ക് പകരം ബൂസ്റ്റ് ആയാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഇവിടെ ഹോർലിക്സിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതിനുശേഷം ഇത് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് കപ്പലണ്ടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല വറുത്ത തൊലിയെല്ലാം കളഞ്ഞ കപ്പലണ്ടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അടുത്ത് ഞാൻ ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അവലും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അവലും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് പാല് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അധികം ലൂസാവാൻ പാടില്ല, അധികം കട്ടിയാവാനും പാടില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല സ്വാദിഷ്ടമായ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ അവൽ മിൽക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ ചൂട് സമയത്തൊക്കെ എല്ലാവരും തയ്യാറാക്കി നോക്കണം. പെട്ടെന്ന് ഒരു 5 മിനിറ്റ് മതി കേട്ടോ ഇത് തയ്യാറാക്കി എടുക്കാൻ. അപ്പോൾ ഇതെല്ലാവരും ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കണം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. പുതിയ കൂട്ടുകാർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബൂസ്റ്റിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് കപ്പലണ്ടിയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഡെക്കറേഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല സ്വാദിഷ്ടമായ അവൽ മിൽക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ ചൂട് സമയത്തൊക്കെ എല്ലാവരും ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്.